അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളെ എല്ലാ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി നേരായ മാർഗത്തിൽ ജീവിച്ച് ഈമാനോടുകൂടെ ഈ ലോകം വിട്ടുപിരിയാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെയധികം ഖേദകരമായ ഒരവസ്ഥയിലൂടെയാണ് കേരളത്തിൽ, ലോകത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ മുസ്ലിങ്ങളെ സംബന്ധിച്ചല്ല, കേരളത്തിൽ മുസ്ലിങ്ങൾ വളരെ ശാന്തവും വളരെ സുന്ദരവുമായ രീതിയിൽ വളരെ അടുക്കും ചിട്ടയിലുള്ള വിദ്യാഭ്യാസം ഒക്കെ നേടിക്കൊണ്ട് നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് നാളിതുവരെ നാം കണ്ടുവന്നത്. എന്നാൽ അധികം ചിത്രം ഓട്ടയാക്കുക എന്നതുപോലെ ഒരുപാട് സംഘടനയും ഒരുപാട് ആളുകളും മേൽ സംഘടനകളും ഒക്കെ ആയപ്പോൾ ഒത്തിരി നന്നാക്കൽ തുടങ്ങിയപ്പോൾ എല്ലാ ഭാഗവും ചീത്തയായി സമുദായത്തിൽ യുക്തിവാദികൾ പെരുകുന്നു, സമുദായത്തിൽ നിരീശ്വരവാദികൾ പെരുകുന്നു, സമുദായത്തിൽ ഉറക്കെ ഒന്ന് വർത്തമാനം പറയാൻ മടിച്ചിരുന്ന ആളുകൾ ഉറക്കെ വർത്തമാനം പറയാനും ഏത് തങ്ങളെയും ഏത് മുസ്ലിയാരെയും ഏത് പണ്ഡിത സഭയെയും എതിർക്കാൻ ഈ രാജ്യത്തുള്ള വനിതകൾ പോലും തയ്യാറാകുന്ന ഒരു ചുറ്റുപാടുകളിലേക്ക് കാലം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അങ്ങേയറ്റം ഖേദം തോന്നുകയാണ്. ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം അച്ചടക്കം, വളരെയധികം ബഹുമാനം, പ്രത്യേകിച്ച് പണ്ഡിതന്മാരോട്, പ്രത്യേകിച്ച് തങ്ങന്മാരോട് ഒക്കെ അങ്ങേയറ്റ ബഹുമാനവും അങ്ങേയറ്റത്തെ ആദരവും കാണിച്ചിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാട്. അത് പോയി കുറഞ്ഞ് ഇന്ന് റോഡിലും വഴിയിലും മുക്കിലും മൂലയിലും സഭയിലും സദസ്സിലും തങ്ങന്മാരെയും ആലിമീങ്ങളെയും ചോദ്യം ചെയ്യപ്പെടാനും കുറ്റപ്പെടുത്താനും ആളുകൾ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാലം നീങ്ങുന്നു. ഇതിൻ്റെ ഉത്തരവാദി ആര് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ സമുദായത്തിലെ പണ്ഡിതന്മാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മഹാനായ അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലഘട്ടം വരാനുണ്ട്, അന്ന് എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് ആകാശത്തിൻ്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികളായി മാറും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന വിഭാഗം ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും ആളുകൾ തള്ളപ്പെടുന്ന ഒരവസ്ഥയിലുള്ള ആളുകളായി മാറും ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു. ആ കാലം ഇതാ വന്നിരിക്കുകയാണ്. ഇന്ന് ഐക്യം എന്ന് പറയുന്നത് പറയാനേ പാടില്ല എന്നാണ്. ഒരു മുസ്ലിം ഐക്യത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ പാടില്ല. മുസ്ലിം ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവനെ ചൂലെടുത്തടിക്കണം എന്ന വാദമാണ് ഇന്ന് ഈ സമുദായത്തിലെ പല സംഘടനകളിലും ഉരുത്തിരിഞ്ഞു വരുന്ന രീതികൾ. നാം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ സമുദായത്തിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഗ്രാമം ധാരാളം സുന്നികളുണ്ട്, ധാരാളം സലഫികളുണ്ട്, ധാരാളം ജമാഅത്തുണ്ട്, ധാരാളം തബ്ലീഗുകാരുണ്ട്, അങ്ങനെ മറ്റുള്ളവരെല്ലാവരും ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഒരു പുലി കടന്നു വന്നു എന്ന് കേൾക്കുക. ആ പുലിയെ ഓടിക്കാൻ വേണ്ടി സുന്നികളാണ് ഇറങ്ങുന്നതെങ്കിൽ അത് സുന്നികൾ തന്നെ അത് ചെയ്യട്ടെ. സുന്നികളെ പുലികൾ കടിച്ചാലും വേണ്ടില്ല, സുന്നികളെ കടിച്ചു വലിച്ചാലും വേണ്ടില്ല, സുന്നികളെ കൊന്നാലും വേണ്ടില്ല. അപ്പുറത്ത് സെലഫികളെയാണെങ്കിലോ സുന്നികളും അതുപോലെ തന്നെ പുലിയെ സെലഫികൾ ഓടിക്കട്ടെ, സെലഫികൾക്ക് കടി കിട്ടട്ടെ, സെലഫികളെ പുലി തിന്നട്ടെ. അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലോ അവരുടെ വീക്ഷണവും ഇത് തന്നെ, ഇവരെ പുലി തിന്നട്ടെ. ഈ സുന്നികളെ ഇങ്ങനെ ഓരോ കക്ഷി
കക്ഷിയും ഈ പുലിക്ക് മുന്നിലേക്ക് ഓരോ കക്ഷികളെ തള്ളിവിടുകയല്ലാതെ ഒരു കൂട്ടായ്മ ഈ മുസ്ലിം സമുദായമാണ്. ഇത് മനുഷ്യനാണ്, മനുഷ്യനെ പുലി തിന്നും ആ അവസ്ഥയാണ്. ആ പുലിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണം എന്ന ബോധം നഷ്ടപ്പെട്ടു. മുസ്ലിങ്ങൾ എന്ന ബോധം നഷ്ടപ്പെട്ടു. ഇസ്ലാം എന്ന ബോധം നഷ്ടപ്പെട്ടു. ഇന്ന് മുസ്ലിം എന്ന് പറയാനേ പാടില്ല. സുന്നി എന്ന് പറഞ്ഞോളാം, വേണമെങ്കിൽ മതി. സുന്നി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് ഷഹാദ ഉച്ചരിക്കുന്ന മുസ്ലിങ്ങളെ നോക്കി കാഫിറാണെന്ന് പറയാനോ ആ മുസ്ലിങ്ങൾ പിഴച്ചതാണെന്ന് പറയാനോ പാടില്ലെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. കലിമത്തു ഷഹാദ ഉച്ചരിച്ചവരാണോ, കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്ത് പറഞ്ഞവരാണോ, അതിൽ വിശ്വസിക്കുന്നവരാണോ, അവരുടെ നാമം മുസ്ലിമിൻ്റെതാണോ, അങ്ങനെ ആളുകളെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല, അവരെ ആക്ഷേപിക്കാൻ പാടില്ല, അവരെ ഒരു കക്ഷിത്വത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കരുതെന്ന് പറയുമ്പോൾ ഇന്ന് പുലി ഇറങ്ങിയാൽ പുലി സുന്നികളെ പിടിക്കട്ടെ, പുലി ജമാഅത്തിനെ പിടിക്കട്ടെ, പുലി തബ്ലീഗിനെ പിടിക്കട്ടെ, പുലി സലഫീനെ പിടിക്കട്ടെ, ഞങ്ങൾക്ക് അതിൽ പങ്കില്ല, ഞങ്ങൾ അതിലെ പുലിയെ ഓടിക്കാൻ വരില്ല, ഞങ്ങൾ പുലിയെ ഓടിക്കാൻ വരില്ല, ഞങ്ങൾ പുലിയെ ഓടിക്കാൻ വരില്ല. ഈ വാദമല്ലാതെ ഈ പുലി വന്നത്, ഈ ആക്രമിക്കപ്പെടുന്നത് മുസ്ലിം സമുദായത്തെയാണെന്നും മുസ്ലിം സമുദായത്തെ രക്ഷിക്കാൻ കൂട്ടായി നിൽക്കണമെന്നും ഈ പുലിയാകുന്ന ഈ വിപത്തിനെ നാം ഒറ്റക്കെട്ടായി എതിർക്കപ്പെടേണ്ടതാണെന്നും ഇത് നമ്മെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണെന്നും ഒരു ചിന്ത ഈ സമുദായത്തിന് ഇന്നില്ല. കടന്നുപോയിരിക്കുക. ആ ജമാഅത്ത് ഇസ്ലാമിക്കാരെ കണ്ടാലേ മൈൻഡ് ചെയ്യൂ, അവർക്കേ അവർ സലാം പറയൂ. സലഫികളെ കണ്ടാൽ സലഫികൾക്ക് സലാം പറയൂ. തബ്ലീഗിനെ ചായ മേടിച്ചു കൊടുക്കൂ. സുന്നി ആണെങ്കിലോ സുന്നി അല്ലാത്ത ഒരൊറ്റയാളും ഈ ഭൂലോകത്ത് പാടില്ല. സുന്നി അല്ലാത്ത, സമസ്തയല്ലാത്ത, ഒരു പരിധിവരെ സമസ്തകളെ ജിഫിരി മുത്തുക്കോയ തങ്ങൾ പ്രസംഗിച്ചതാ, സമസ്തക്കാരല്ലാത്ത ഒരാള് സ്വർഗത്തിൽ പോവുകയില്ല. സമസ്തയിലൂടെയാണ് സ്വർഗത്തിൽ പോകുന്നത്. അങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് സ്വർഗത്തിലേക്ക് പോകാൻ ആരും ഇല്ലാത്ത അവസ്ഥ. കാരണം സംസ്ഥാനം ഇല്ലാതാവുക. സംസ്ഥാനം ഇല്ലാതാകുമ്പോൾ പിന്നെ ആരും സ്വർഗത്തിലേക്ക് പോകാനുണ്ടാവുന്നത്. അപ്പം മുസ്ലിങ്ങൾക്ക് ഒരു വേദിയില്ല, ആകെ ഒരു പൊതുവേദി ഉണ്ട്. ഏത് ജമാഅത്ത് വന്നാലും വാ ഇരിക്ക്, ഏത് മുജാഹിദ് വന്നാലും വാ ഇരിക്ക്, ഏത് തബ്ലീഗ് വന്നാലും വായിരിക്ക്, ഏത് കടുപ്പം കൂടിയ സുന്നി വന്നാലും കടുപ്പം കുറഞ്ഞ സുന്നി വന്നാലും ഇരിക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ഒരു പാർട്ടി. അത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ എല്ലാവരെയും സ്വീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ചായ മേടിച്ചു കൊടുക്കുകയുള്ളൂ, തബ്ലീഗിനെ കൊടുക്കുകയുള്ളൂ, സലഫിക്കേ കൊടുക്കുകയുള്ളൂ, സുന്നി എ ക്ലാസും ബി ക്ലാസും സി ക്ലാസും ഒക്കെ അവരവരുടെ ജാതിക്കേ കൊടുക്കൂ. പിന്നെ മുസ്ലിം ലീഗിൽ വിവേചനമില്ല. അവിടെ മനുഷ്യന്മാരെ ഒന്നായി കാണുന്നു, വിശിഷ്യ മുസ്ലിങ്ങളെ പ്രത്യേകമായി കാണുന്നു മുസ്ലിം സമുദായം. മുസ്ലിം സമുദായത്തിലെ സലഫി ആയാലും കുലഫി ആയാലും ജമാഅത്തായാലും തബ്ലീഗായാലും സുന്നി എ ബി സി ക്ലാസ് ഏതാണെങ്കിലും വരൂ, ഇരിക്കൂ, ഇങ്ങോട്ട് പോലെ. ഇവരുടെ പ്രശ്നങ്ങൾ ഒന്നാണെങ്കിൽ ആ ഒന്നായ പ്രശ്നങ്ങളെ ഒന്നായി നേരിടാൻ ഞങ്ങൾ തയ്യാർ എന്ന് പറയുന്ന ഒരു പാർട്ടി, ഒന്ന് സംഘടന മുസ്ലിം ലീഗേ ഉള്ളൂ. അതിനെ ഇല്ലാതാക്കാൻ കുറെ തൊഴിലാളികൾ, തലയെക്കെട്ട് തൊഴിലാളികൾ, തലയെക്കെട്ട് ഷിയാക്കളുടെ തലയെക്കെട്ടാട്ടോ, അല്ലാതെ മുസ്ലിം സുന്നികളുടെ അല്ല, ഷിയാക്കളുടെ തലയെക്കെട്ട് കെട്ടി കുറെ ഷിയാവാദികൾ ഷിയായുടെ ഓഫീസ് കേരളത്തിൽ തുറന്നു. ഷിയായുടെ ഓഫീസ് കേരളത്തിൽ തുറന്നു. ഷിയായുടെ 1-ാം തരം സമ്മേളനം കൊണ്ടോട്ടി നേർച്ചയിൽ നടന്നു. ഷിയായുടെ സമ്മേളനം കൊണ്ടോട്ടി നേർച്ചയിൽ നടന്നു. കൊണ്ടോട്ടി നേർച്ചയിൽ പ്രദർശിപ്പിച്ച ഫ്ലക്സ് നാം കണ്ടിട്ടുണ്ടോ? അതിൽ പറയുന്നു, 1-ാമത് മുഹമ്മദ് നബി, 2-ാമത് അലിയ്,
മൂന്നാമത് ഹസൻ, നാലാമത് ഹുസൈൻ, അഞ്ചാമത് ഫാത്തിമ. ഈ 5 വിരല് പോലെയാണ് ഇസ്ലാം. അബൂബക്കറിന് ഇസ്ലാമിൽ സ്ഥാനമില്ല, ഉമറിന് ഇസ്ലാമിൽ സ്ഥാനമില്ല, ഉസ്മാന് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഈ ഇസ്ലാം എന്ന് പറയുന്നു 1 മുഹമ്മദ് നബി, 2 അലി, 3 ഹസൻ, 4 ഹുസൈൻ, 5 ഫാത്തിമ. ഈ പേരില് മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്ത് ഷിയായുടെ ഒരു ഫ്ലെക്സ് പൊക്കിക്കൊണ്ട് ഒരു സമ്മേളനം നടത്താൻ കൊണ്ടോട്ടി നേർച്ച എന്ന പേരിൽ ഒരു സമ്മേളനമാണ് നടന്നെങ്കിൽ ഒരു 25-50 കൊല്ലം മുമ്പാണെങ്കിൽ നടക്കുമോ? 50 കൊല്ലം 40 കൊല്ലം മുമ്പാണെങ്കിൽ അങ്ങനെ ഒരു സമ്മേളനം കേരളത്തിൽ നടക്കുമോ? നടക്കില്ല. ഷിയായെ പോയി പണി നോക്കാൻ പറയും. ഇന്ന് ഷിയ 3/4 ഷിയാക്കളാ. ചുന്നി എന്ന് പറയാന്ന് മാത്രമേ ഉള്ളൂ, ചുന്നികളൊന്നുമില്ല. ചുന്നികളിൽ 3/4 ഷിയാക്കളാണ്. അതിൻ്റെ തെളിവാണ് കൊണ്ടോട്ടി നേർച്ചയിൽ കണ്ടത്. കൊണ്ടോട്ടി നേർച്ചയിൽ കണ്ടത് മാത്രമല്ല, ഒരു 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 വീഡിയോ പ്രസംഗം റഹ്മത്തുള്ള കാസിമിയുടെ കിടപ്പുണ്ട്. അദ്ദേഹം ആ പ്രസംഗിച്ച് പറയുന്നത് ഇസ്ലാമിൻ്റെ 1ാമത്തെ സ്ഥാനം മുഹമ്മദ് നബി, 2ാമത് അലി ഇബ്നു അബി താലിബ്, ആ അലി കഴിഞ്ഞിട്ട് അബൂബക്കറുള്ളൂ, ഉസ്മാനുള്ളൂ, ഉമറുള്ളൂ എന്ന് പറയുന്ന ഒരു കാസറ്റ് ഉണ്ട്. ആ പ്രസംഗത്തിന് ജിബ്രീ മുത്തുക്കോയ തങ്ങൾ മറുപടി പറയുന്നുണ്ട്. റഹ്മത്തുള്ള കാസിമി പറഞ്ഞ് ശരിയല്ല, 1ാമത് അബൂബക്കർ സിദ്ദീഖാൻ, അത് കഴിഞ്ഞേ ഉള്ളൂ ഉമർ, അത് കഴിഞ്ഞേ ഉള്ളൂ ഉസ്മാൻ, അത് കഴിഞ്ഞേ ഉള്ളൂ അലി എന്ന്. അപ്പൊ കാസിമി ആരാ? കാസിമി 1ാം സ്ഥാനം അലിക്കാന്ന് പറഞ്ഞാൽ കാസിമി ആരാണ്? 50 കൊല്ലം മുമ്പാണ് ഇത് പറയുന്നതെങ്കിൽ കാസിമി ഭൂലോകത്ത് പറയാൻ പിന്നെ ഉണ്ടാവില്ല, ആളുകൾ സമ്മതിക്കില്ല. പക്ഷെ ഇന്നങ്ങനെയല്ല, ഇന്ന് എന്തും പറയാം. ഇന്ന് സുന്നികൾ എന്ന പേരിൽ 90% ഷിയാക്കളായി മാറിയിരിക്കുകയാണ്. ഷിയായിസമാണ് നടപ്പിൽ വരുത്തുന്നതും പറയുന്നതും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊണ്ടോട്ടി നേർച്ച. കൊണ്ടോട്ടി നേർച്ചയിൽ 1ാം തരം ഫ്ലക്സ് വെച്ചിരിക്കുക. ആർക്കും ഒരു ആക്ഷേപമില്ല കേട്ടോ, ഒരാക്ഷേപമില്ല. പിന്നെ സലാം ചെല്ലുന്ന കാര്യത്തിൽ ആക്ഷേപമുണ്ട്. സലാം നിങ്ങൾ സലഫികൾക്ക് പറഞ്ഞേക്കല്ലേ, ജമാഅത്ത് ഇസ്ലാമിക്ക് പറഞ്ഞേക്കല്ലേ, തബ്ലീഗിന് പറഞ്ഞേക്കല്ലേ. ഞങ്ങൾ സുന്നികളുണ്ട്, ഒന്ന് എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ്, ഈ സുന്നികൾക്ക് പറഞ്ഞോ? എന്തിനും ഏതിനും സംഘടന കാണുന്ന ഈ സംഘടനാ വൈരികളായി, സംഘടനാ വൈരാഗ്യത്തോടുകൂടെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് റുഹമാഉം ബൈനഹും എന്ന് ഖുർആൻ പറഞ്ഞ വിഭാഗം എത്തിച്ചേർന്നതിൽ ഖേദമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന ആമനു മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉം ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിന. ആ ആയത്തിൽ റുഹമാഉം ബൈനഹും, മുസ്ലിങ്ങൾ പരസ്പരം കരുണയുള്ളവർ. പരസ്പരം എവിടെ? പരസ്പരം കരുണയല്ല. പുലി വരും, പുലിക്ക് ഇട്ട് കൊടുക്കുക, കടിച്ചോ കീറിക്കോ. തബ്ലീഗിനെ കടിച്ചോ, തബ്ലീഗ് ഞങ്ങളുടെ പെട്ടതല്ല. സലഫീനെ കടിച്ചോ, സലഫി ഞങ്ങളുടെ പെട്ടതല്ല. അവരെ കടിച്ചോ, ഞങ്ങളുടെ പെട്ടതല്ല. ഞങ്ങൾ സുന്നികളാ. എന്ത് സുന്നി? ഏത് സുന്നി? അള്ളാന്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് മുഴുവനും മുസ്ലിങ്ങളെയാ അള്ളാഹു അഭിസംബോധന ചെയ്തത്. അല്ല സ്വീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞത് ഇസ്ലാം, ഇസ്ലാം അല്ലാത്തതിനെ മതമായി ഒരാൾ സ്വീകരിച്ചാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാ അല്ല ഖുർആനിൽ പറഞ്ഞത്. അല്ല ഖുർആനിൽ പറഞ്ഞ് ഇസ്ലാം അല്ലാത്തതിനൊന്നിനും സ്വീകരിക്കില്ല എന്നാ. ഈ ഇസ്ലാമിൽ കടത്തിക്കൂട്ടി കൊണ്ടുവരിക ഷിയായിസം. ഷിയായിസത്തിൻ്റെ ഷിയാക്കളുടെ തലയെക്കെട്ടാണല്ലോ ഇപ്പോൾ കെട്ടണത്. വലിയമാരിൽ നല്ല ശതമാനം തലയെക്കെട്ട് ഇങ്ങനെ മുകളിലൊരു ചുമപ്പും പച്ചയൊക്കെ ഇട്ട് കൂമ്പാൻ അവരുടെ രാഷ്ട്രീയം തെളിയിക്കണ ചുമപ്പ് ഞങ്ങൾ ചുമപ്പാണ്. ആ രാഷ്ട്രീയം തെളിയിക്കുന്ന ആ തലയെക്കെട്ടും ആ കിരീടം പോലെ ഇങ്ങനെ മിനാരം പോലെ സ്റ്റെപ്പായി കയറിപ്പോകുന്ന ഈ തലയെക്കെട്ട് ഷിയാക്കളുടെ തലയെക്കെട്ടാണ്. ഈ ഷിയായിസം പ്രത്യേകം പ്രചരിപ്പിക്കുന്നവരാൾ. അതൊന്നും മനസ്സിലാകാതെ പാവപ്പെട്ട മുസ്ലിങ്ങൾ പിന്നീടും ഈ സുന്നി എന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകെ കൂടിക്കൊണ്ടിരിക്കുക. ഒരു സുന്നിസവും ഇതിലില്ല. മലബാറിലേക്ക് കടന്നു ചെല്ല്. സുന്നീസം എന്താണെന്ന് അറിയണമെങ്കിൽ
ഒരു കാലഘട്ടത്തിൽ മടവൂര് അബൂബക്കർ മുസ്ലിയാരെന്നും ഒലിയെന്നും പറഞ്ഞ ജനങ്ങൾ ഇപ്പോഴ് അത് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ആളാണ്. അള്ളാഹുവിന്റെ സ്ഥാനം ഈ അബൂബക്കർ മുസ്ലിയാർക്കാണെന്ന് ഈ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള പണ്ഡിതൻ പറയുന്നു. എന്നെ ഈ നിലയിൽ എത്തിച്ചത് എൻ്റെ മുഴുവൻ വളർച്ചയും മടവൂരിലൂടെയാണ്, അള്ളാഹുവിലൂടെയല്ല എന്ന് പറയുന്നു. പിന്നീട് ഇപ്പോഴോ കുരുവട്ടൂരികൾ ആ ശൈഖിനെയും പഠിപ്പിച്ചതും ആളാക്കിയതും ഇവിടുന്നാ. ഈ ഈ ഈ സമുച്ചയത്തിൽ നിന്നാണ് ഇറങ്ങിപ്പോയത്. ഈ സമുച്ചയത്തിൽ നിന്ന് ആൾ ഇറങ്ങിപ്പോയി ഇപ്പൊ ഈ സമുച്ചയത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്ത് വേറൊരു ഭാഗം ആഞ്ഞടിക്കുന്നു. എന്ത്? നൂരിഷാ തരീഖത്ത്. നൂരിഷാ തരീഖത്തിൻ്റെ പേരിൽ പച്ചക്കളവും കള്ളത്തരവും ആലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് യൂട്യൂബിൽ കാണാം. നൂരിഷാ തരീഖത്ത് എന്ന് പറയുന്ന അഹമ്മദാബാദിൽ നിന്ന് മഹാനായ ഈ നൂരിഷാ തങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാണ്. അല്ലാതെ നൂരിഷാ ഇങ്ങോട്ട് വന്നതല്ല, കൊണ്ടുവന്നതാ. കൊണ്ടുവന്ന് ശംസുല്ലുലമ ഉൾപ്പെടെ പതി ഉൾപ്പെടെ മഹാരഥന്മാരായ മൺമറഞ്ഞ പണ്ഡിതന്മാർ കൊണ്ടുവന്ന് ആളുകളെ കാണിച്ച് ഈ കൈ മൊത്തേണ്ടതാണ് എന്ന് പറഞ്ഞ് മൊത്തിപ്പിച്ച് ആ തരീഖത്തിലേക്ക് ആളുകൾ നല്ല ശതമാനം ബൈഅത്ത് ചെയ്ത് അവസാനം കുട്ടിയസൻ ഹാജി പോലും അതിൽ ബൈഅത്ത് ചെയ്ത് അങ്ങനെ ആയി. എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ നൂരിഷയുടെ പേരിലേക്ക് ബാപ്പു ഹാജി എഴുതി കൊടുത്ത പട്ടിക്കാട് ജാമിയ നൂരിയ ഇരിക്കുന്ന സ്ഥലവും സ്വത്തുമൊക്കെ തിരിച്ചെഴുതി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് മൊത്തണ്ട കൈയല്ല, വെട്ടേണ്ട കൈയാണ്. അവിടെ മുതലൊക്കെ ഇതിനകത്ത് ഈ കാപട്യമാണ്. ആ കാപട്യങ്ങളുടെയൊക്കെ ഫലമാണ്, തിക്തഫലമാണ് ഇന്ന് ഈ അനുഭവിക്കുന്നത്. ആ കാപട്യത്തിൻ്റെയൊക്കെ തിക്തഫലമാണ്. പറയാതിരിക്കാൻ വയ്യ. ഒരു സമ്മേളനം നടന്നാൽ സുന്നി മുസ്ലിങ്ങൾക്ക് അതിന് സ്ഥാനമില്ല. വഖഫ് സംരക്ഷണം വന്നാൽ മുസ്ലിങ്ങൾ ഒന്നടങ്കം അതിനെ എതിർക്കണ്ട, സുന്നി. ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാൽ അതിനെ കൂട്ടായി എതിർക്കണ്ട, സുന്നി. എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? എന്താണ് ഈ പോക്കിന്റെ ഉദ്ദേശം? ഈ പോക്കിന്റെ ഉദ്ദേശം എന്താണ്? ഇത് ആരെ ഇവിടെ കുടിയിരുത്താനാ നിങ്ങളുടെ ശ്രമം? മുസ്ലിം ഐക്യം ഉണ്ടാകണമെന്ന് ആലിമീങ്ങൾ പഴയ കാലം മുതൽ പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഐക്യം വേണ്ടെന്നും മുസ്ലിം പോകട്ടെ, നമ്മൾ മതി സുന്നികൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എവിടെ നിന്ന് കിട്ടി? ആരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, വേദനയുണ്ട്. അല്പം സ്വല്പം മുസ്ലിങ്ങളുണ്ട്, അതൊന്ന് സംഘടിച്ച് നിൽക്കുക. പൊതുവിപത്ത് വരുമ്പോഴെങ്കിലും ഒന്ന് സംഘടിക്കുക. അതിനുപോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പോക്കെങ്ങോടാ, സമുദായത്തിൻ്റെ പോക്കെങ്ങോടാ? വേദനാജനകമായ അന്തരീക്ഷം. മുസ്ലിം കൂട്ടായ്മയാണ് രാജ്യത്ത് ആവശ്യം. ഇന്നും നാളെയും മറ്റന്നാളും ഈ സമുദായത്തിന് ആവശ്യം മുസ്ലിം കൂട്ടായ്മയാണ്. ആ മുസ്ലിം കൂട്ടായ്മയ്ക്ക് പറ്റൂല 1000 സംഘടന 1000 രീതിയിൽ സംഘടിച്ച് പ്രകടനം നടത്തിയാലും ഒറ്റ പ്രകടനത്തിന് ഒക്കൂല. വഖഫ് സംരക്ഷണത്തിന്റെ പേരിൽ കോഴിക്കോട് കടപ്പുറത്ത് ഒരു പ്രചരണവുമില്ലാതെ മുസ്ലിം ലീഗ് ഒരു സമ്മേളനം നടത്തി. അതാണ് സമ്മേളനം. അതിൽ വഹാബിയുണ്ട്, അതിൽ മുജാഹിദുണ്ട്, അതിൽ സലഫിയുണ്ട്, അതിൽ എല്ലാവരും ഉണ്ട്. ആ എല്ലാവരും കൂടി പ്രതികരിക്കേണ്ടതിന് എല്ലാവരും കൂടി പ്രതികരിക്കണം. എല്ലാവരും കൂടി പ്രതികരിക്കേണ്ടതിന് എല്ലാവരും കൂടി പ്രതികരിക്കണം. ഒറ്റയ്ക്ക് പ്രതികരിക്കുന്നതിന് ഒറ്റയ്ക്ക് പ്രതികരിക്കണം. സലഫിയായിട്ടോ മുജാഹിദായിട്ടോ വിഷയം വന്നാൽ സുന്നി പ്രതികരിക്കണം. അത് സുന്നി മുജാഹിദ് വിഷയമാണ്. അതങ്ങനെ തന്നെ പോയിക്കോട്ടെ, അതിന് വിരോധമില്ല. പക്ഷെ പൊതുവായൊരു വിഷയം മുസ്ലിം സമുദായത്തിലേക്ക് വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള കൂട്ടായ്മ മുസ്ലിം സമുദായം ഒന്നടങ്കം കാണിക്കണം. ഈ സമുദായത്തിൻ്റെ ഈ പോക്ക് മാറി ഒരു കൂട്ടായ്മ ഉണ്ടായി
കാണണം, അത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അള്ളാഹു ഈ സമുദായത്തിന് ഒരു യോജിപ്പും ഐക്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.